നമസ്കാരം സർ. ഈ ചെർക്കള ബജേർക്ക റോട്ടിലെ പ്രശ്നങ്ങളാണ് പറയുന്നുള്ളത്. അപ്പോൾ ചെർക്കള ബജേർക്കൻ്റെ ഇടയിലാണ് ഈ ഇടനീർ വരുന്നത്. അപ്പോൾ ഇടനീർ പാലമുണ്ട്, പാലത്തിൻ്റെ മുകളിൽ ഫുള്ള് താറി ഇതെല്ലാം ഇതായിട്ട് കൊണ്ടായിട്ടുണ്ട്. ഒരുപാട് ബുദ്ധിമുട്ടിലാണ് ജനങ്ങൾ. അതിൻ്റെ മഴക്കെല്ലാം ബുദ്ധിമുട്ടായിട്ട് തെറിക്കുന്നത്, ജനങ്ങൾക്ക് പോകാൻ പറ്റുന്നില്ല. മഴൻ്റെ വെള്ളം ചളിയെല്ലാം തെറിക്കുന്നു. അപ്പോൾ അതിൻ്റെ മുകളിൽ ഇങ്ങനെ കയറി നിന്നിട്ടുണ്ടാകുമ്പോൾ വേറെ വണ്ടി പോകുമ്പോൾ ഈ കൊയില് പോകുമ്പോൾ വലിയ വലിയ വണ്ടിയിലെല്ലാം പോകുമ്പോൾ ഇങ്ങനെ കൊല്ലുന്നു ഇങ്ങനെ. അപ്പോൾ ഞാൻ പോയിട്ട് താഴെ പോയിട്ട് നോക്കി. താഴെ നോക്കുമ്പോൾ ഫുള്ള് ഈ പാലത്തിൻ്റെ അടിയെല്ലാം ഫുള്ള് ഇരുമ്പ് കാണുന്നുണ്ട്, പൊട്ടിയിട്ടുണ്ട് കുറേ സ്ഥലത്ത്. 10-35 കൊല്ലത്തിൻ്റെ മുകളിലാവും തോന്നുന്നു ഈ പാലം കെട്ടിയിട്ട്. അപ്പോൾ അധികാരികൾ നിങ്ങളൊന്ന് നോക്കണം, പാലത്തിൻ്റെ എല്ലാം വീഡിയോയിൽ ഇതിൽ നിങ്ങൾ നോക്കിക്കോളി. നോക്കിയിട്ടാകുമ്പോൾ നിങ്ങൾക്ക് അറിയാം. ഓക്കെ, അതിനുള്ള സംവിധാനം നിങ്ങൾ ചെയ്യണം സാർ. കമ്പി കാണുന്നുണ്ട്, അങ്ങോളം കാണുന്നുണ്ട്. ഞാൻ പിന്നെ അപ്പുറം പോകാനില്ല, വെള്ളം ഉണ്ടതുകൊണ്ട്. ഇടനീർ പാലത്തിൻ്റെ പ്രശ്നമാണ് പറഞ്ഞുള്ളത്. ഓക്കെ, ഇത് അടിയിൽ ഭാഗം വന്നതിന് എടുത്തത്. ഇത് മറ്റേ സൈഡ്, ഒരു സൈഡല്ല, രണ്ടാമത്തെ ഇത് ലെഫ്റ്റ് സൈഡ്, റൈറ്റ് സൈഡ്. ഇതാ കമ്പി കാണുന്നുണ്ടോ? അപ്പോൾ നല്ലോണം അധികാരികളെ ശ്രദ്ധിക്കുക. അത് ഇത് മറ്റേ ഭാഗം പറഞ്ഞു മനസ്സിലായോ? പൊട്ടിയിട്ടുണ്ടെന്ന്. അതിൻ്റെ മുകളിൽ കയറി നിന്നിട്ടാകുമ്പോൾ ഭയങ്കര ഇതാണ്, എന്ത് നെടുങ്ങുന്നെന്ന് കുലുങ്ങുന്നുണ്ട്. ഇതിൻ്റെ പേച്ച് വർക്ക് എന്തെങ്കിലും ചെയ്യുന്നത് ചെയ്യാം. ഓക്കെ, കമ്പിയെല്ലാം കാണുന്നുണ്ട്. ഓക്കെ, അടിഭാഗം കുറേ ജാഗിലുണ്ട്. ഞാൻ പിന്നെ ഷോർട്ട് കട്ട് എടുത്തത്. പാലത്തിൻ്റെ അടിയല്ലേ സിമെൻറ്റെല്ലാം അളിയിട്ടുണ്ട്. ഇതാ ഇടനീർ പാലത്തിൻ്റെ. അപ്പോൾ ഇത് ശ്രദ്ധിക്കുക അധികാരികൾ. ഇതാ എല്ലാം പൊട്ടിയിട്ടുണ്ട്. ഇതെല്ലാം പൊട്ടിയിട്ട് കുലുങ്ങുന്ന. അതിൻ്റെ മുകളിൽ നിന്ന് നോക്കിയാൽ കമ്പി ഇതാ കാണുന്ന കമ്പി കാണുന്നുണ്ട്. ഓക്കെ, ഓക്കെ സാർ. കാസർഗോഡ് നിന്ന് എൽ ടി മുഹമ്മദ്.